നിങ്ങൾക്കായി കരുതുകയാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവരുടെ കയ്യിൽ ഇട്ടുകൊള്ളുകയും ഉയർന്നിരിപ്പിൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റി നടത്തുന്നു. ലോകത്ത് നിങ്ങൾക്കുള്ള സഹോദരവർഗം ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്താൽ സ്ഥിരമുള്ളവരായി അവരോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അല്പകാലത്ത് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യനായി വിളിച്ചിരിക്കുന്നു. സർവകൃപയാലെ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്ത് ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നതിനുള്ളതാമേ സ്നേഹം ചുമനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുകയും അവിവായി പാർക്കുമോ. നമ്മുടെ സഹോദരിയും സഭയിലെ ശുശ്രൂഷക്കാർക്കുമായ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണം കർത്താവിന്റെ നാമത്തിൽ കൈകൊണ്ടു അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിനും സഹായിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാലും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തേശ്വരന്റെ കൂട്ടുകാരക്കാരനായ ക്രിസ്തയെ മറ്റെല്ലാവരെയും ഉന്നതം ചെയ്യുകയും അവർ എന്റെ പ്രാർത്ഥന വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യും. ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ പൈലോദോസിന് വന്ദനം ചൊല്ലുകയും നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുകയും എൻ്റെ ചാർച്ചക്കാരും സഹപത്തന്മാരുമായ അന്ത്രോണിക്കോസിനും യൂലിയാവിനും വന്ദനം ചൊല്ലുകയും അപ്പോസ്തലന്മാരുടെ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തു വിശ്വസ്തരുമാകുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായ അപ്നേത്തോസിന് വന്ദനം ചൊല്ലുകയും ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുകാരക്കാരനായ ഉർബാനോസിനും എനിക്ക് പ്രിയനായ സ്ഥാപനത്തിനും വന്ദനം ചൊല്ലുകയും ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലോസിന് വന്ദനം ചൊല്ലുകയും അരിസ്തോബലോസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുകയും എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോന് വന്ദനം ചൊല്ലുകയും നർക്കീസോസിന്റെ ഭവനക്കാരൻ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുകയും പാറയ്ക്കുമോ. രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യാവതാര ബാലകാലത്തിൽ ഇവയൊക്കെ പ്രകാരം സംഭവിച്ചു. സ്നേഹിതരെ
പരസ്പര സ്നേഹം നിങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് എല്ലാവരും അറിയും. ഞാൻ നിങ്ങൾക്കായി സമാധാനത്തെ വിട്ടിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം നൽകുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം ചലിക്കരുത്, ഭയപ്പെടുകയുമരുത്. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായി ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന. ഒരു നല്ല സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളെ സ്നേഹിതന്മാരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല. എന്നാൽ ദാസൻ തന്റെ യജമാനെ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങളെ പരസ്പരം സ്നേഹിപ്പാനായിട്ട് ഞാൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ തന്നെ ദ്വേഷിച്ചു കഴിഞ്ഞെന്നറിയുകയും നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായിട്ടതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. എന്നാൽ ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. മറക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.